കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടങ്ങിയ സംഭവത്തിൽ ക്ഷേത്രം ഭാരവാഹികൾക്കെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ. പടക്കം പൊട്ടിക്കുന്നതിന് ക്ഷേത്രം ഭാരവാഹികൾ അനുമതി തേടിയിരുന്നില്ലെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. പടക്കം സംഭരിക്കുന്നതിനും ലൈസൻസ് ഉണ്ടായിരുന്നില്ല. പടക്കം പൊട്ടിക്കുന്നത് വിലക്കിയിട്ടും പൊട്ടിച്ചു. സ്ഫോടക വസ്തു നിയമം അനുസരിച്ച് കേസെടുത്തെന്നും സർക്കാർ വ്യക്തമാക്കി. ആനകളുടെ ഭക്ഷണ രജിസ്റ്ററിൽ വ്യക്തതക്കുറവുണ്ടെന്ന് കോടതി കണ്ടെത്തി. ദിവസം 100 കിലോമീറ്ററിലധികം ആനകളെ കൊണ്ടുപോയതായും കോടതി നിരീക്ഷിച്ചു. ആനകളുടെ പരിപാലനവും സുരക്ഷയും ഉടമയെന്ന നിലയിൽ ദേവസ്വത്തിന്റെ കടമയാണെന്ന് ഹൈക്കോടതി പറഞ്ഞു. പടക്കം പൊട്ടിക്കുന്നിടത്ത് ആനയെ നിർത്തിയതെന്തിനെന്നും കോടതി ആരാഞ്ഞു. ആനകളുടെ പരിക്ക് സംബന്ധിച്ച് വെറ്റിനറി ഡോക്ടറോട് കോടതി റിപ്പോർട്ട് തേടി. ആരാധനാലയ നിയമം ചോദ്യം ചെയ്തുകൊണ്ടുള്ള കേസിൽ പുതുതായി സമർപ്പിച്ച ഹർജികൾ സുപ്രീം കോടതി തള്ളി. പുതിയ ഹർജികളുമായി എത്തുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച ചീഫ് ജസ്റ്റിസ് ഇതിനൊരു അവസാനം വേണമെന്നും പുതിയ ഹർജികൾ പരിഗണിക്കില്ലെന്നും വ്യക്തമാക്കി. നിലവിലെ ഹർജികളിൽ ഇടപെടൽ ഹർജി സമർപ്പിക്കാൻ കോടതി അനുമതി നൽകി. 1991 ആരാധനാലയ നിയമത്തിനെതിരെ BJP നേതാവ് അശ്വിനി കുമാറാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. 1947 ഓഗസ്റ്റ് 15 നിലവിലുള്ള ഒരു ആരാധനാലയത്തിന്റെ മതപരമായ സ്വഭാവം മാറ്റുന്നത് നിരോധിക്കുന്നതാണ് ആരാധനാലയ നിയമം. ഉത്തർപ്രദേശിലെ ഷാഹി ഇമാം മസ്ജിദ് അടക്കം 10ഓളം ആരാധനാലയങ്ങൾ തർക്കവിഷയമായതോടെ നിയമത്തെ അനുകൂലിച്ച് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികളും സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട്. കേസ് ഏപ്രിലിൽ പരിഗണിക്കാനായി മാറ്റി.